എല്ലാവർക്കും റൂംസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരള PSCയുടെ ഡിവിഷണൽ അക്കൗണ്ടന്റ് എക്സാമിന്റെ മാത്തമാറ്റിക്സ് ടോപ്പിക്കാണ്. അപ്പം മെയിൻസ് എക്സാമിന് നമ്മൾ മാത്സ് മാത്രമായിട്ട് കോച്ചിങ് എടുക്കുന്നുണ്ട്. അപ്പോൾ കോച്ചിങ്ങിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്നത് മൊഡ്യൂൾ 2 ആയ പോളിനോമിയൽസ് ആണ്. ആദ്യം അതിന്റെ തിയറീസ് പറയുന്നു, അത് കഴിഞ്ഞിട്ട് അതിന്റെ പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പോളിനോമിയൽസ് എന്താണെന്നുള്ളത്. പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോളിനോമിയൽസ് എന്ന് പറഞ്ഞാൽ അതൊരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ്, അല്ലെ? എക്സ് വെച്ച് നമ്മൾ എഴുതുന്ന ഒരു എക്സ്പ്രഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോളിനോമിയൽസ് എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് എങ്ങനെയാണ് ജനറൽ ഫോം? ഒരു പോളിനോമിയലിന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? an x പവർ n പ്ലസ് an മൈനസ് 1 x പവർ n മൈനസ് 1 പ്ലസ് എക്സെട്ര a1 x പ്ലസ് a നോട്ട്. ഈ a നോട്ട് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ടൈം. ഒരു പോളിനോമിയൽ എടുക്കുകയാണെങ്കിൽ അത് അതിനകത്ത് കോൺസ്റ്റന്റ് ടൈമുകൾ കാണും, അതുപോലെ തന്നെ എക്സിന്റെ പവറുകൾ കാണും, എക്സ് സ്ക്വയറിന്റെ പവറുകൾ കാണും, എക്സ് ക്യൂബിന്റെ പവറുകൾ കാണും. അങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൽ നമ്മൾ പോളിനോമിയൽസിനെ പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അത് നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഓക്കെ, അപ്പം ഈ പറഞ്ഞിരിക്കുന്ന കോയിഫിഷ്യന്റുകൾ, ദാറ്റ് ഈസ് an മൈനസ് 1 a1 a നോട്ട് ഇങ്ങനെയുള്ളതിനെ പറയുന്നതാണ് നമ്മൾ എന്ത്? കോയിഫിഷ്യൻസ് എന്ന് പറയുന്നത്. സോ a നോട്ട് a1 an എക്സെട്ര ആർ റിയൽ ഓർ കോംപ്ലക്സ് നമ്പേഴ്സ്. അത് റിയൽ നമ്പറും ആകാം, അതുപോലെ തന്നെ കോംപ്ലക്സ് നമ്പറും ആകാം. ഇനി അതിന്റെ ലീഡിംഗ് കോയിഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എക്സിന്റെ ഏത് പവർ ആണോ ഏറ്റവും വലുത് ആ പവറിന്റെ കൂടെ വരുന്ന കോയിഫിഷ്യന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലീഡിംഗ് കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഇവിടെ എക്സിന്റെ ഏറ്റവും വലിയ പവർ ഏതാണ്? എക്സ് പവർ n ആണ്. സോ എക്സ് പവർ എന്നിന്റെ കോയിഫിഷ്യന്റ് ആയ an ആയിരിക്കും എന്ത്? ലീഡിംഗ് കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പോളിനോമിയൽ എന്ന് പറയുന്നത് ഏത് വേരിയബിളിലുള്ള പോളിനോമിയൽ ആണ്? എക്സ് എന്ന് പറയുന്ന വേരിയബിളിലുള്ള ഒരു പോളിനോമിയൽ ആണ്. അതുപോലെ തന്നെ എന്താണ്? n, ഇവിടെ നോക്കി, എക്സിന്റെ ഹയസ്റ്റ് പവർ ആയ ഏതാണ്? ഇവിടെ n ആണ്. ആ n എന്ന് പറയുന്നതായിരിക്കും എന്ത്? പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇവിടെ നോക്കി, നമുക്കൊരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. p ഓഫ് x ഈക്വൽ ടു 5x ക്യൂബ് പ്ലസ് 2x സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 എന്ന് തന്നിട്ടുണ്ട്, 3x പ്ലസ് 6 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ കോൺസ്റ്റന്റ് ടൈം ഏതാണ്? 6 ആണ്. എക്സിന്റെ കോയിഫിഷ്യന്റ് എത്രയാണ്? -3 ആണ്. എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് എത്രയാണ്? 2 ആണ്. എക്സ് ക്യൂബിന്റെ കോയിഫിഷ്യന്റ് എത്രയാണ്? 5 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഏതൊക്കെ പറയാൻ പറ്റും? a നോട്ട് എന്ന് പറയുന്നത് എന്താണ്? a നോട്ട് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടൈം അല്ലേ? സോ a നോട്ട് എന്ന് പറയുന്നത് 6 ആണ്. a1 എന്ന് പറയുന്നത് എന്താണ്? എക്സിന്റെ കോയിഫിഷ്യന്റ്, ദാറ്റ് ഈസ് -3. അടുത്തത് a2 എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് 2. അതുപോലെ തന്നെ a3 എന്ന് പറയുന്നത് എന്താണ്? എക്സ് ക്യൂബിന്റെ കോയിഫിഷ്യന്റ് 5. ഇനി ഇവിടുത്തെ ലീഡിംഗ് കോയിഫിഷ്യന്റ് ഏതായിരിക്കും? ലീഡിംഗ് കോയിഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഹയസ്റ്റ്, എക്സിന്റെ ഹയസ്റ്റ് പവർ ഏതാണോ അതിന്റെ കൂടെ വരുന്ന കോയിഫിഷ്യന്റ്. ഹയസ്റ്റ് പവർ ഇവിടെ ഏതാണ്? എക്സ് ക്യൂബ് ആണ്. എക്സ് ക്യൂബിന്റെ കോയിഫിഷ്യന്റ് എത്രയാണ്? 5 ആണ്. സോ ലീഡിംഗ് കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടെ 5 ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി വേറെ ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്. q ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? -3x ക്യൂബ് പ്ലസ് 5x സ്ക്വയർ പ്ലസ് 2 എന്നാണ് തന്നിരിക്കുന്നത്. സോ ഇവിടെ കോൺസ്റ്റന്റ് ടൈം എത്രയാണ്? 2 ആണ്. എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് എത്രയാണ്? 5 ആണ്. എക്സ് ക്യൂബിന്റെ കോയിഫിഷ്യന്റ് എത്രയാണ്? -3 ആണ്. പക്ഷെ ഇവിടെ നോക്കി, എക്സിന്റെ കോയിഫിഷ്യന്റ് ഉണ്ടോ? എക്സിന്റെ കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 0 ആണ് അല്ലെ? കാരണം എക്സിന്റെ ടൈം ഇല്ല. ഏതെങ്കിലും ഒരു ടൈം ഇല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? അതിന്റെ കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് 0 എന്ന് പറയാം. സോ നമുക്ക് ഇവിടെ എന്തെന്ന് പറയാം? a നോട്ട് എന്ന് പറയുന്നത് 2 എന്ന് പറയാം. a1 എന്ന് പറയുന്നത് എക്സിന്റെ കോയിഫിഷ്യന്റ് എന്താണ്? ഇവിടെ 0 ആണ്. a2 എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് അത് എത്രയാണ്? 5 ആണ്. a3 എന്ന് പറയുന്നത് എക്സ് ക്യൂബിന്റെ കോയിഫിഷ്യന്റ് എത്രയാണ്? -3 ആണ്. ഇവിടെ ലീഡിംഗ് കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് എത്രയാണ്? ലീഡിംഗ് കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് -3 ആണ് അല്ലെ? ലീഡിംഗ് കോയിഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയസ്റ്റ് പവർ ഏതാണോ അതിന്റെ കൂടെ വരുന്ന കോയിഫിഷ്യന്റ് ആണ് എന്ത്? ലീഡിംഗ് കോയിഫിഷ്യന്റ്. സോ ഇവിടെ ലീഡിംഗ് കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് -3 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പോളിനോമിയലിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ. അതെന്താണെന്ന് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു. ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ പോളിനോമിയലിലുള്ള ഹയസ്റ്റ് പവർ, എക്സിന്റെ ഹയസ്റ്റ് പവർ ഏതാണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ എന്ന് പറയുന്നത്. കുറച്ച് എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് വൺ നമുക്ക് തന്നിട്ടുണ്ട്. p ഓഫ് എക്സ് എന്ന് പറയുന്നത് ഏതാണ്? 4x ക്യൂബ് പ്ലസ് 3x സ്ക്വയർ മൈനസ് 2x പ്ലസ് 5 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? ഡിഗ്രി എന്ന് പറയുന്നത് ഹയസ്റ്റ്
അല്ലെ, എക്സിന്റെ ഹയസ്റ്റ് പവർ എത്രയാണ്? 3 ആണ്. എക്സിന്റെ ഹയസ്റ്റ് പവർ 3 ആണ്. സോ ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആയിരിക്കും. ഇനി ലീഡിങ് കോയിഫിഷ്യന്റ് എന്തായിരിക്കും ഇവിടെ? ലീഡിങ് കോയിഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് പവറിന്റെ കൂടെ വരുന്ന കോയിഫിഷ്യന്റ്. ഹയസ്റ്റ് പവർ വരുന്ന എക്സ് ഏതാണ്? എക്സ് ക്യൂബ് ആണ്. സോ എക്സ് ക്യൂബിന്റെ കൂടെ വരുന്ന കോയിഫിഷ്യന്റ് എത്രയാണ് ഇവിടെ? 4 ആണ്. സോ ലീഡിങ് കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. നെക്സ്റ്റ് അടുത്ത ഒരു എക്സാമ്പിൾ ആണ്. നമുക്ക് ക്യൂ ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ഇതിന്റെ ഡിഗ്രിയാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കി, ഇവിടെ ഡിഗ്രി എന്ന് പറയുന്നത് ഏതാണ്? ഹയസ്റ്റ്, എക്സിന്റെ ഹയസ്റ്റ് പവർ ഏതാണ് വന്നിരിക്കുന്നത്? എക്സ് സ്ക്വയർ ആണ്. സോ നമുക്ക് എന്തെന്ന് പറയാം? ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടെ 2 ആയിരിക്കും. ഓക്കെ, ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. അതുപോലെ തന്നെ ലീഡിങ് കോയിഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? എക്സ് സ്ക്വയർ ആണ് ഹയസ്റ്റ് പവർ ഉള്ള എക്സിന്റെ ഇത് വരുന്നത്. അതിന്റെ കോയിഫിഷ്യന്റ് എത്രയാണ് ഇവിടെ? -2 ആണ്. സോ ലീഡിങ് കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് -2 ആയിരിക്കും. ഇനി ഒരു എക്സാമ്പിളും കൂടി നോക്കാം. ഏതാണ്? r(x) = നമുക്ക് 3x² - x ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഡിഗ്രി എത്ര വരും? എക്സിന്റെ ഹയസ്റ്റ് പവർ എത്രയാണ് വന്നിരിക്കുന്നത്? 2 ആണ്. സോ ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും. അതുപോലെ തന്നെ ലീഡിങ് കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് ഏതാണ്? എക്സിന്റെ ഹയസ്റ്റ് പവറിന്റെ കോയിഫിഷ്യന്റ്. സോ ഇവിടെ x² കോയിഫിഷ്യന്റ് എത്രയാണ്? 3 ആണ്. അതുകൊണ്ട് ലീഡിങ് കോയിഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 3 ആയിരിക്കും. സോ ഒരു പോളിനോമിയൽ തന്നു കഴിഞ്ഞാൽ അതിന്റെ ഡിഗ്രിയും ലീഡിങ് കോയിഫിഷ്യന്റും എങ്ങനെ എഴുതേണ്ടതെന്നുള്ളത് മനസ്സിലായല്ലോ. അങ്ങനെയാണ് നമ്മൾ ഒരു ഡിഗ്രിയും ലീഡിങ് കോയിഫിഷ്യന്റും എഴുതുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എങ്ങനെയൊക്കെ പോളിനോമിയൽസിനെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ഏതാണ്? അതിൽ എത്ര ടേംസ് ഉണ്ടെന്ന് വെച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ തന്നെ പോളിനോമിയലിന്റെ ഡിഗ്രി വെച്ചും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ടേംസ്, അതിലെ ടേംസിന്റെ എണ്ണം വെച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് മോണോമിയൽ. മോണോമിയൽ എന്ന് പറയുമ്പോൾ മോണോ എന്ന് പറയുന്ന പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം എന്താണ്? അതിനകത്ത് ഒരു ടേമേ ഉള്ളൂങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? മോണോമിയൽ എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5x², അതെന്താണ്? ഒരു മോണോമിയൽ പോളിനോമിയൽ ആണ്. അതുപോലെ തന്നെ ഞാൻ 2x എന്ന് പറയുന്നത് എന്തായിരിക്കും? മോണോമിയൽ ആയിരിക്കും. അല്ലെങ്കിൽ 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? മോണോമിയൽ ആയിരിക്കും. ഒരേ ഒരു ടേമേ ഉള്ളെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാൻ പറ്റും? മോണോമിയൽ എന്ന് പറയാം. നെക്സ്റ്റ് ഈസ് ബൈനോമിയൽ. ബൈനോമിയൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെ 2 ടേം കാണണം. സോ ഇവിടെ എന്തുണ്ട്? 2x ഉണ്ട്, 1 ഉണ്ട്. സോ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഇതൊരു ബൈനോമിയൽ ആണ്. അതുപോലെ തന്നെ ഞാൻ 3x² + 1, ഇതെന്തായിരിക്കും? ഒരു ബൈനോമിയൽ ആയിരിക്കും. അതുപോലെ തന്നെ 3x³ - x, ഇതെന്തായിരിക്കും? ബൈനോമിയൽ ആയിരിക്കും. ഇതിനകത്തും എത്ര ടേംസ് ആണുള്ളത്? 2 ടേംസ് ആണ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ട്രൈനോമിയൽ. ട്രൈനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിനകത്ത് 3 ടേംസ് കാണും. ദാറ്റ് ഈസ് ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ 2x² + x - 1. ഇതുപോലെ 3 ടേംസ് ഉള്ള ഏത് പോളിനോമിയൽ എഴുതി കഴിഞ്ഞാലും അതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ട്രൈനോമിയൽ എന്ന് പറയാം. ഇനി പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എനി എക്സ്പ്രഷൻ വിത്ത് 1 or more ടേംസ്, ഒന്നിലധികമോ ഉള്ള ടേംസ് ഉള്ള ഏതാണ്? എക്സ്പ്രഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോളിനോമിയൽ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ നമ്പർ ഓഫ് ടേംസ് വെച്ച് ക്ലാസിഫൈ ചെയ്യുന്നത്. സോ നമ്പർ ഓഫ് ടേംസ് വെച്ച് നമുക്ക് മെയിൻ ആയിട്ട് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? മോണോമിയൽ, ബൈനോമിയൽ ആൻഡ് ട്രൈനോമിയൽ. മോണോമിയൽ എന്ന് പറഞ്ഞാൽ ഒരു ടേം ആയിരിക്കും. ബൈനോമിയൽ എന്ന് പറഞ്ഞാൽ 2 ടേം ആയിരിക്കും. ട്രൈനോമിയൽ എന്ന് പറഞ്ഞാൽ 3 ടേം ആയിരിക്കും. ഇനി നമുക്ക് ഡിഗ്രി വെച്ച് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു പോളിനോമിയലിനെ ഡിഗ്രി വെച്ച് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഡിഗ്രി ഇല്ലാത്ത പോളിനോമിയൽ ഉണ്ട്, അതുപോലെ തന്നെ ഫസ്റ്റ് ഡിഗ്രി ഉണ്ട്, സെക്കൻഡ് ഡിഗ്രി ഉണ്ട്, തേർഡ് ഡിഗ്രി ഉണ്ട്, ഫോർത്ത് ഡിഗ്രി ഉണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒരു സീറോ പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? p(x) = 0 എന്ന് പറയുന്ന പോളിനോമിയലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സീറോ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഒരു സീറോ പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? അൺഡിഫൈൻഡ് ആണ്. അതിന്റെ ഡിഗ്രിനെ പറ്റി നമുക്ക് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് കോൺസ്റ്റന്റ് പോളിനോമിയൽ. കോൺസ്റ്റന്റ് പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ആണ്. ഏതൊരു കോൺസ്റ്റന്റ് പോളിനോമിയൽ എടുത്താലും അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ 7 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണ്. 5 എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണ്. 8 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണ്. -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണ്. നെക്സ്റ്റ് ഈസ് ലീനിയർ പോളിനോമിയൽ. ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതായത് അവിടെ എന്ത് കാണും? x⁻1 എന്ന് പറയണ ഒരു ടേം ഉറപ്പായിട്ടും കാണും. ഇവിടെ നോക്കി 2x + 1 അല്ലേ? സോ x⁻1 അതായിരിക്കും അതിന്റെ ഹയസ്റ്റ്. ഏതാണ്? എക്സിന്റെ ഹയസ്റ്റ് പവർ ആയിട്ട് വരുന്നത് ഏതായിരിക്കും? 1 പവർ ഉള്ളതായിരിക്കും ഹയസ്റ്റ് ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് -3x + 2, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? -3x എന്ന് എഴുതി. ഇതെല്ലാം എന്താണ്? ഒരു ലീനിയർ പോളിനോമിയൽസ് ആണ്. ഓക്കെ,
നെക്സ്റ്റ് ഈസ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആയിരിക്കണം. അതായത് എക്സിന്റെ ഹയസ്റ്റ് പവർ അവിടെ ഏതായിരിക്കണം വരേണ്ടത്? 2 ആയിരിക്കണം വരേണ്ടത്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ 3x² + 2x + 1 എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. അല്ലെങ്കിൽ 2x² - x എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്യൂബിക് പോളിനോമിയൽ. ക്യൂബിക് പോളിനോമിയൽ ആ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം എന്തായിരിക്കണം? അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കണം? 3 ആയിരിക്കണം. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഏതാണ്? 5x³ - 2x² - x + 1. ഇവിടെ എക്സിന്റെ ഹയസ്റ്റ് പവർ എത്രയാണ്? 3 ആണ്. സോ ഇതെന്ന് പറയുന്നത് ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും. ഓക്കെ, അപ്പം പോളിനോമിയലിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളത് നമ്മൾ കണ്ടു. ഏതൊക്കെയാണ്? നമ്പർ ഓഫ് ടേംസും വെച്ച് ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ ഡിഗ്രിയും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഈസ് റിമൈൻഡർ തിയറം. റിമൈൻഡർ തിയറം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ്. നമുക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു ക്വസ്റ്റൻ ആണ്. റിമൈൻഡർ തിയറത്തിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. അപ്പൊ നമുക്ക് നോക്കാം റിമൈൻഡർ തിയറം എന്താണ് പറയുന്നത്. ഇഫ് എ പോളിനോമിയൽ p of x is divided by a linear divisor x minus a, then the remainder is p of a എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു പോളിനോമിയൽ x മൈനസ് എ വെച്ച് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ അവിടെ റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? p of a ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ തരുവാണ്, ഏതെങ്കിലും ഒരു പോളിനോമിയലിനെ ഏതെങ്കിലും ഒരു ഡിവൈസർ വെച്ച് ഡിവൈഡ് ചെയ്യുവാണ്, x മൈനസ് എ വെച്ച് അല്ലെങ്കിൽ x മൈനസ് 2 വെച്ച് ഡിവൈഡ് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ആ p of a കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് p of x = x³ - 2x² + 3x + 1. ഫൈൻഡ് ദ റിമൈൻഡർ വെൻ p of x is divided by x മൈനസ് 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ്. സോ അതനുസരിച്ച് വേണം നമ്മൾ സൊല്യൂഷൻ എഴുതാനായിട്ട്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് എന്ത് എഴുതാം? ബൈ റിമൈൻഡർ തിയറം എന്തെന്ന് പറയാം നമുക്ക്? ബൈ റിമൈൻഡർ തിയറം ഇഫ് x മൈനസ് 2 ഈസ് ഡിവൈഡഡ് ബൈ x മൈനസ് 2 p of x is അല്ലെ, ബൈ റിമൈൻഡർ തിയറം p of x is divided by, if p of x is divided by x minus 2, then എന്തെന്ന് നമുക്ക് പറയാൻ പറ്റും? p of 2 is the remainder എന്ന് പറയാം. then p of 2 is the remainder എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലെ, ബൈ ഏതാണ്? റിമൈൻഡർ തിയറം. therefore നമുക്ക് p of 2 കണ്ടുപിടിക്കാം. p of 2 എന്ന് പറയുന്നത് എന്ത് വരും? 2³ - 2 × 2² + 3 × 2 + 1 എന്ന് വരും അല്ലെ. 2³ എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. 2² എന്ന് പറയുന്നത് 4 ആണ്. 4 × 2 എത്ര വരും? 8 വരും. പ്ലസ് 3 × 2 6 പ്ലസ് 1 എന്ന് വരും. 8 - 8 കട്ടായി പോകും. 6 + 1 = 7 എന്ന് വരും. therefore p of 2 = 7 എന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? therefore റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടെ റിമൈൻഡർ = 7 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാം. ഫസ്റ്റ് എങ്ങനെ എഴുതാൻ പറ്റും? ബൈ റിമൈൻഡർ തിയറം വി ഹാവ് ഇഫ് p of x is divided by x minus 2, then p of 2 is the remainder. therefore നമ്മൾ p of 2 കണ്ടുപിടിച്ചു. therefore ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? റിമൈൻഡർ = 7 ആയിരിക്കും. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ്. നെക്സ്റ്റ് ഈസ് ഫാക്ടർ തിയറം. ഇതും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറാണ്. ഇതിനകത്ത് തിയറംസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നാണ് ചോദിക്കാൻ സാധ്യത കൂടുതൽ. ഓക്കെ, ദ ഫാക്ടർ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് എ പോളിനോമിയൽ p of x ഹാസ് എ ഫാക്ടർ x മൈനസ് എ, ദെൻ p of a = 0. ഏതെങ്കിലും ഒരു പോളിനോമിയലിന് x മൈനസ് എ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ p of a എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 0 ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോൺവേഴ്സിലി നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? p of a = 0 ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? x മൈനസ് എ ഉറപ്പായിട്ടും എന്താണ്? ആ ഒരു പോളിനോമിയലിന്റെ ഫാക്ടർ ആയിരിക്കും. ഇതിൽ നിന്ന് ചോദ്യം ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? p of x ന് x മൈനസ് എ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ p of a എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ തന്നെ p of a = 0 ആണെങ്കിൽ x മൈനസ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫാക്ടർ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യം വരാം? ഏതെങ്കിലും ഒരു x മൈനസ് 2 x മൈനസ് 3 ഏതെങ്കിലും ഒരു പോളിനോമിയലിന്റെ ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഇപ്പം സപ്പോസ് x മൈനസ് 2 ഫാക്ടർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ p of 2 = 0 കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്താൽ പോരെ. അതുപോലെ തന്നെ നമ്മളോട് പറയുവാണ് p of 2 = 0 ആണെങ്കിൽ ഉറപ്പായിട്ടും എന്തെന്ന് നമുക്ക് പറയാൻ പറ്റും? x മൈനസ്
2 എന്ന് പറയുന്നത് എന്തായിരിക്കും ആ ഒരു പോളിനോമിയലിന്റെ ഫാക്ടർ ആണെന്നും പറയാം. അപ്പം അതിന്റെയൊക്കെ നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് കാണാം. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പ്രോബ്ലം കാണാം. ഇഫ് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ചെക്ക് വെദർ എക്സ് മൈനസ് 2 ഈസ് എ ഫാക്ടർ ഓർ നോട്ട്. അപ്പൊ നമുക്ക് എങ്ങനെ ഇതിന്റെ സൊല്യൂഷൻ എഴുതാൻ പറ്റും? ബൈ ഫാക്ടർ തിയറം അല്ലെ? ബൈ ഫാക്ടർ തിയറം എന്തെന്ന് നമുക്ക് പറയാൻ പറ്റും? ബൈ ഫാക്ടർ തിയറം വി ഹാവ് എന്താണ്? വി ഹാവ് ഇഫ് എക്സ് മൈനസ് എ ഈസ് എ ഫാക്ടർ അല്ലെ? എക്സ് മൈനസ് എ ഈസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ്, ദെൻ എന്തെന്ന് പറയാൻ പറ്റും? ദെൻ പി ഓഫ് എ ഈക്വൽ ടു എന്തായിരിക്കണം? 0 ആയിരിക്കണം അല്ലെ? ഹിയർ എന്തുണ്ട് നമുക്ക്? ഹിയർ എ ഈക്വൽ ടു എത്രയാണ്? എ എന്ന് പറയുന്നത് 2 ആണ് അല്ലെ? എ ഈക്വൽ ടു 2, ദെർഫോർ പി ഓഫ് 2 എന്ന് പറയുന്നത് എന്ത് വരും? പി ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ മൈനസ് 5 ഇൻറ്റു 2 പ്ലസ് 6 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 4 മൈനസ് 10 പ്ലസ് 6, 6 പ്ലസ് 4 10 വരും. 10 മൈനസ് 10 എന്തെന്ന് കിട്ടും? നമുക്ക് 0 എന്ന് കിട്ടും. ദസ് നമുക്ക് എന്തെന്ന് കിട്ടി? പി ഓഫ് 2 ഈക്വൽ ടു 0 എന്ന് കിട്ടി. ദിസ് ഇംപ്ലൈസ് എന്തായിരിക്കും? എക്സ് മൈനസ് 2 ഈസ് എ ഫാക്ടർ ഓഫ് എന്തെന്ന് പറയാൻ പറ്റും നമുക്ക്? ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ചെക്ക് വെദർ എക്സ് മൈനസ് 5 ഈസ് എ ഫാക്ടർ ഓർ നോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ തന്നെ എഴുതാം. ഇവിടെ എ എന്ന് പറയുന്നത് എത്രയാണ്? ഹിയർ എ ഈക്വൽ ടു എത്രയാണ്? 5 ആണ് അല്ലെ? ദെർഫോർ പി ഓഫ് 5 എന്ന് പറയുന്നത് എന്ത് വരും? 2⁵5 സോറി എക്സ് സ്ക്വയർ അല്ലേ? സോ എക്സ് എന്ന് പറയുന്നത് എക്സിന് പകരം 5 കൊടുത്തു. അപ്പൊ എന്ത് വരും? 5 സ്ക്വയർ മൈനസ് 5 ഇൻറ്റു 2 പ്ലസ് 6 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 25 ആണ്, മൈനസ് 10 പ്ലസ് 6 എന്ന് വരും. സോ ഇത് എത്രയാണ് കിട്ടുന്നത്? 25 പ്ലസ് 6 31, 31 മൈനസ് 10 21 എന്ന് കിട്ടും, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? എക്സ് മൈനസ് 5 ഈസ് നോട്ട് എ ഫാക്ടർ എന്ന് പറയാം. എക്സ് മൈനസ് 5 ഈസ് നോട്ട് എ ഫാക്ടർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഫാക്ടർ ആണോ അല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഫാക്ടർ തിയറം വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? എക്സ് മൈനസ് 2 ഫാക്ടർ ആണെങ്കിൽ പി ഓഫ് 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. പി ഓഫ് 2 നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? എക്സ് മൈനസ് 2 എന്ന് പറയുന്നത് ഫാക്ടർ അല്ല എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡിവിഷൻ അൽഗോരിതം ഫോർ പോളിനോമിയൽസ്. നമുക്ക് ഒരു പോളിനോമിയൽ തന്നേക്കുവാണ് പി ഓഫ് എക്സ്. ആ പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിനെ നമ്മൾ ക്യൂ ഓഫ് എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? ആ ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 യുണീക് പോളിനോമിയൽസ് കിട്ടും, എസ് ഓഫ് എക്സും ആർ ഓഫ് എക്സും. വേർ എസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? കോഷ്യന്റും അതുപോലെ തന്നെ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? റിമൈൻഡറും ആണ്. ദാറ്റ് ഈസ് പി ഓഫ് എക്സ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും നമുക്ക്? എസ് ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ് എന്ന് കിട്ടും. സാധാരണ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മൾ 8നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 8 ഈക്വൽ ടു 5 ഇൻറ്റു 1 പ്ലസ് 3 എന്ന് എഴുതാം അല്ലേ? 8 എന്ന് പറയുന്നത് 5 ഇൻറ്റു 1 പ്ലസ് 3 എന്ന് എഴുതാം. ഈ 1 എന്ന് പറയുന്നതായിരിക്കും എന്ത്? കോഷ്യന്റ് എന്ന് പറയുന്നത്. 3 എന്ന് പറയുന്നതായിരിക്കും എന്ത്? റിമൈൻഡർ എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെയാണ് നമ്മൾ പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യുമ്പോഴും എന്താണ്? പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിനെ ക്യൂ ഓഫ് എക്സ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും? കോഷ്യന്റും ആയിരിക്കും. അതുപോലെ തന്നെ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റിമൈൻഡറും ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സീറോസ് ഓഫ് എ പോളിനോമിയൽ. ഒരു പോളിനോമിയലിന്റെ സീറോ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് സീറോ ഓഫ് എ പോളിനോമിയൽ ആകണമെങ്കിൽ എന്തായിരിക്കണം? പി ഓഫ് എ ഈക്വൽ ടു എന്ത് വരണം? 0 വരണം. ഏതെങ്കിലും ഒരു പോളിനോമിയൽ തന്നിട്ട് ആ ഏതെങ്കിലും ഒരു പോയിന്റ് 0 ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ പോയിന്റ് ആ പോളിനോമിയലിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടണം? 0 എന്ന് കിട്ടണം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമിൻ വെദർ എക്സ് ഈക്വൽ ടു 3 ഈസ് എ സീറോ ഓഫ് ദ പോളിനോമിയൽ എക്സ് ക്യൂബ് മൈനസ് 4x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 6 ഓർ നോട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനുവേണ്ടി എന്ത് ചെയ്യാം? ഫസ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പി ഓഫ് 3 കണ്ടുപിടിക്കണം അല്ലെ? സോ പി ഓഫ് 3 എന്ന് പറയുന്നത് എന്ത് വരും? 3 ക്യൂബ് മൈനസ് 4 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 3 പ്ലസ് 6 എന്ന് വരും അല്ലെ? 3 ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? 27 ആണ്. മൈനസ് 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. 9 ഇൻറ്റു 4 എത്ര വരും? 36 എന്ന് വരും. പ്ലസ് 3
പ്ലസ് 6 എന്ന് കിട്ടും. സോ 27 പ്ലസ് 3 30 ആണ്. 30 പ്ലസ് 6 36 എന്ന് വരും. സോ 36 മൈനസ് 36 ഈക്വൽ ടു എന്തെന്ന് കിട്ടും നമുക്ക് 0 എന്ന് കിട്ടും. അതായത് ഹിയർ വി ഗെറ്റ് പി ഓഫ് 3 ഈക്വൽ ടു 0. സോ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, x ഈക്വൽ ടു 3 ഈസ് എ 0 ഓഫ് ദ പോളിനോമിയൽ എക്സ് ക്യൂബ് മൈനസ് 4x² പ്ലസ് x പ്ലസ് 6 എന്ന് പറയാം. ഓക്കെ. നെക്സ്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോയിഫിഷ്യൻസ്. നമുക്ക് സീറോസ് അറിയാമെങ്കിൽ അതും നമ്മുടെ ഇക്വേഷൻസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ ക്യൂബിക് ഇക്വേഷനുമായിട്ടുള്ള റിലേഷൻ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്കറിയാം. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എന്താണ്, പി ഓഫ് എക്സ് ഈക്വൽ ടു ax² പ്ലസ് bx പ്ലസ് c ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ സപ്പോസ് ആൽഫയും ബീറ്റായും എന്താണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു റിലേഷൻ ഉണ്ട്, ആൽഫ പ്ലസ് ബീറ്റ. അതായത് സം ഓഫ് ദ സീറോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, മൈനസ് ബി ഡിവൈഡഡ് ബൈ എ ആയിരിക്കും. ബി എന്ന് പറയുന്നത് എന്താണ്, എക്സിന്റെ കോയിഫിഷ്യന്റ് ആണ്. എ എന്ന് പറയുന്നത് എന്താണ്, x² കോയിഫിഷ്യന്റ് ആണ്. സോ ആൽഫയും ബീറ്റയും സീറോസ് ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ എന്ന് എഴുതാം. സിമിലർലി പ്രൊഡക്റ്റ് ഓഫ് ദ സീറോസ് ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, സി ഡിവൈഡഡ് ബൈ എ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. സി എന്ന് പറയുന്നത് എന്താണ്, അതിലെ കോൺസ്റ്റന്റ് ടേം ഏതാണോ അതായിരിക്കും എന്ത് സി എന്ന് പറയുന്നത്. എ എന്ന് പറയുന്നത് എന്താണ്, x² കോയിഫിഷ്യന്റ് ആണ്. ഈ സിമിലർ കേസ് നമുക്ക് ഏതിലും കൂടി പറയാം, ക്യൂബിക് പോളിനോമിയലിലും പറയാം. ക്യൂബിക് പോളിനോമിയലിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എന്താണ്, പി ഓഫ് എക്സ് ഈക്വൽ ടു ax³ പ്ലസ് bx² പ്ലസ് cx പ്ലസ് d ആണ്. ഇവിടെ നമുക്ക് എന്തെന്നൊക്കെ പറയാം, സപ്പോസ് ആൽഫയും ബീറ്റയും ഗാമയും ഇതിന്റെ സീറോസ് ആണെങ്കിൽ, ഈ പി ഓഫ് എക്സിന്റെ സീറോസ് ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, സം ഓഫ് ദ സീറോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് ബി ഡിവൈഡഡ് ബൈ എ ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്, x² കോയിഫിഷ്യന്റ് ആണ്. എ എന്ന് പറയുന്നത് ഏതാണ്, x³ കോയിഫിഷ്യന്റ് ആണ്. ഓൾസോ സെപ്പറേറ്റ് പ്രോഡക്റ്റ്, അതായത് ആൽഫ ഇൻറ്റു ബീറ്റ, ബീറ്റ ഇൻറ്റു ഗാമ പ്ലസ് ആൽഫ ഇൻറ്റു ഗാമ. ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സി ബൈ എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സി എന്ന് പറയുന്നത് എന്താണ്, എക്സിന്റെ കോയിഫിഷ്യന്റ് ആണ്. എ എന്ന് പറയുന്നത് ഏതാണ്, x³ കോയിഫിഷ്യന്റ് ആണ്. ഓൾസോ മൂന്നിന്റെ കൂടെ പ്രൊഡക്റ്റ്, അതായത് ആൽഫയും ബീറ്റയും ഗാമയാണ് സീറോസ്. അങ്ങനെയാണെങ്കിൽ ആൽഫ ഇൻറ്റു ബീറ്റ ഇൻറ്റു ഗാമ എന്ന് പറയുന്നത് എന്തായിരിക്കും, മൈനസ് ഡി ഡിവൈഡഡ് ബൈ എ ആയിരിക്കും. ഡി എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് ടേം ആണ്. എ എന്ന് പറയുന്നത് എന്താണ്, x³ കോയിഫിഷ്യന്റ് ആണ്. ഓക്കെ. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്, ഇഫ് ദ സം ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ദ സീറോസ് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആർ -3 ആൻഡ് -10 റെസ്പെക്റ്റീവ്ലി, ഫൈൻഡ് ദ പോളിനോമിയൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെ എഴുതാം, ലെറ്റ് us assume എന്താണ്, ലെറ്റ് us assume the zeros of the polynomial are ഏതൊക്കെയാണ്, ആൽഫയും ബീറ്റയും എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, we have സം ഓഫ് ദ സീറോസ് അല്ലെ, വി ഹാവ് സം ഓഫ് ദ സീറോസ് എന്ന് പറയുന്നത് എന്തെന്ന് തന്നിട്ടുണ്ട്, സം ഓഫ് ദ സീറോസ് ദാറ്റ് ഈസ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു എത്രയാണ്, -3 ആണ്. ഓൾസോ എന്തെന്ന് എഴുതാം നമുക്ക്, ഓൾസോ പ്രൊഡക്റ്റ് ഓഫ് ദ സീറോസ് അല്ലെ, പ്രൊഡക്റ്റ് ഓഫ് ദ സീറോസ് ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു എത്രയാണ്, -10 എന്ന് പറയാം അല്ലെ. അങ്ങനെയാണെങ്കിൽ സമ്മും പ്രൊഡക്റ്റും അറിയാമെങ്കിൽ ജനറൽ ഫോർമുല ഫോർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഞാൻ ഷോർട്ട് ആയിട്ടാണ് എഴുതുന്നത്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് എന്താണ്, x² മൈനസ് എന്താണ്, ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ. ഓക്കെ. ജനറൽ ഫോർമുല ഓഫ് പോളിനോമിയൽ ദാറ്റ് ഈസ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, x² മൈനസ് സം ഓഫ് ദ സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് ദ സീറോസ് എന്ന് വരും. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എത്രയാണ്, -3 ആണ്. സോ -3 ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് ദ സീറോസ് ആൽഫ ഇൻറ്റു ബീറ്റ എത്രയാണ്, -10 ആണ്. സോ ഇതെന്ന് പറയുന്നത് എങ്ങനെ വരും, x² പ്ലസ് 3x -10 എന്ന് കിട്ടും. ഇതായിരിക്കും എന്ത്, നമ്മുടെ പോളിനോമിയൽ എന്ന് പറയുന്നത്.
അപ്പം നമുക്ക് ഇതിനകത്ത് നമ്മൾ എല്ലാം ചെയ്യുമ്പോൾ എന്താണ് ആ ഒരു ഡിസ്ക്രിപ്റ്റീവ് രീതിക്ക് ചെയ്യാവുന്ന രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോബ്ലംസ് ചെയ്യണം. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോയും കൂടി ഇടാം, കുറച്ച് പ്രോബ്ലംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയും കൂടി ഇടാം. അപ്പം നമുക്ക് ശരിക്കും പോളിനോമിയലിനകത്ത് എന്തൊരു തിയറി ഉള്ളൂ, ഇത്രയും പാർട്ടേ നമുക്ക് തിയറി ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തിയറി തീർക്കാനായിട്ട് നമുക്ക് ഒട്ടും സമയം വേണ്ടി വരില്ല. എല്ലാം നമുക്ക് ചെറിയ ചെറിയ തിയറീസ് ആണ്. ആ കൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. പക്ഷെ നമ്മൾ മാക്സിമം പ്രോബ്ലംസ് ആണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. മാക്സിമം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്താലേ എങ്ങനെയാണ് ഓരോ പ്രോബ്ലംസും ഏത് ടൈപ്പാണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച തിയറി അതിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ മാക്സിമം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണം. ഇത് നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡുകളൊന്നും അല്ല എടുക്കേണ്ടത്, എല്ലാം നമ്മൾ എന്താണ് ഡയറക്റ്റ് മെത്തേഡുകൾ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഇത് ക്ലിയർ ചെയ്യാനായിട്ട് വരുള്ളൂ. അപ്പം നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മാത്സിൻ്റെ മാത്രമായിട്ട്. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാൻ ഇതിൻ്റെ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തേക്കാം, അത് ഫില്ല് ചെയ്താൽ മതി. എന്നിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി, ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.